ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിൽക്കൽ മുട്ടുന്ന വ്യക്തി പോലും ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്, ബട്ട് ഇൻ എ റോങ് പ്ലേസ്. അതിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ സന്നിധിയിലും പാടുന്നതാണ്. കാരണം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അമ്മയെ ഓർത്തിട്ടാണ്. ലഹരി ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതൊരു ഉണക്ക ജീവിതമല്ലേ. ഇതിങ്ങനെ പാട്ട് വന്നത് ആരാധനയുടെ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നൊരു പിക്ചറാണ്. നമ്മളിങ്ങനെ ആരാധിക്കുമ്പോൾ എല്ലാ വിശുദ്ധരും മാലാഖമാരും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റും, അല്ലേ? ഒരു പാട്ട് എഴുതാൻ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് ഒരു കഥ കേട്ടാൽ പാട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു സംഭവം എന്നോട് പറഞ്ഞാൽ അത് പാട്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ. ഇപ്പോൾ ചിലരൊക്കെ എന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലുള്ള സമയത്ത് ഒരാൾ ധ്യാനത്തിന് വന്നു. എൻ്റെ മുറി കയറിയിട്ട് പറഞ്ഞു, ഞാൻ കുറേ നാൾ ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ നന്നാകണില്ല. അപ്പം ഞാനൊരു പാട്ട് ഇങ്ങനെ റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്തായിരുന്നു. ഏറെ നാൾ പ്രാർത്ഥിച്ചു, ഏറെ നാൾ ധ്യാനിച്ചു, നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്കത് അങ്ങനെ എഴുതാൻ പറ്റി എന്ന് പറഞ്ഞ പോലെ നമുക്കങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പാടുന്ന പാട്ടുകളൊന്നും പോരാ, അല്ലേ? വാക്കുകൾ പോരാ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ പറയുക, ദൂതരെ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ, സ്വർഗമേ പാടിയിടും ഈണമേകൂ. ദൂതരെ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ, സ്വർഗമേ പാടിടും ഈണമേകൂ. നമ്മുടെ എല്ലാ ആരാധനയിലും അങ്ങനെയാണ്. എല്ലാ വിശുദ്ധരും മാലാഖമാരും നമ്മുടെ അടുത്ത് വരും, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഈശോയോട് പറയും. ദൂതരെ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ, സ്വർഗമേ പാടിടും ഈണമേകൂ. കഴിഞ്ഞ ദിവസം ഇവിടെ യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം, ഞാനിപ്പോൾ റോമിലിരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ റോമിലാണ്, എൻ്റെ വീടെങ്കിലും ഇടയ്ക്ക് ഇവിടെ വരാറുള്ളൂ. മിക്കവാറും എല്ലാ വീക്കെൻഡ് യാത്രയിലാണ്. ഇന്നലെ ഇവിടെ യൂത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് കയറിയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആരാധനയിലും പാട്ട് പാടുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരുടെ കൂടെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പല മ്യൂസിഷ്യൻസ് ഉണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പാട്ടുകാരുണ്ട്. നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ, നമ്മൾക്ക് ചിലപ്പോൾ കൂടെ പാടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും, അല്ലേ? സത്യത്തിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ സന്നിധിയിലും പാടുന്നതാണ്. കാരണം എന്താ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല കൊയർ അതാണ്, ഹെവൻലി കൊയർ. നമ്മൾ, അല്ലേ, സെറാഫുകളോടും പ്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും മുഖ്യദൂതന്മാരോടും എല്ലാം ചേർന്നാണ് നമ്മൾ പാടുന്നത്. അതുകൊണ്ട് ഇതിൽ പാടാൻ കൃപ ലഭിച്ചവർ, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആരാധനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഉറക്കെ അങ്ങോട്ട് പാടണം. കാരണം ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിഷ്യൻസിൻ്റെ ഒപ്പമാണ് നമ്മൾ പാടുന്നത്. ഹല്ലേലൂയ. ദൂതരെ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ, സ്വർഗമേ പാടിടും ഈണമേകൂ. ഈ ആരാധനയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആരാധിക്കുന്നത് മറിയമാണ്, പരിശുദ്ധ അമ്മയാണ്. ഞാനിപ്പോൾ നിങ്ങളോടൊരു വിഷയമൊന്നും ഇങ്ങനെ വരുന്ന പോലെ സംസാരിക്കുന്നുള്ളൂ. ഒന്നീന്ന് അടുത്തേക്ക് ഇങ്ങനെ ഒരു മാല പോലെ പറഞ്ഞു വന്നിരിക്കുകയാണ്. അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന എന്നൊരു പാട്ടുണ്ട്, നിങ്ങൾ അറിയാവുന്ന പാട്ടായിരിക്കും. അതിവിടെ സ്വിറ്റ്സർലൻഡിലൊരു പള്ളിയിൽ മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശു ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ പാടിയതാണ്. അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ. അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ. അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ
ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. സേറാഫുകൾ ചിറകുവിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ, ക്രൂവേന്മാരാരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ. സേറാഫുകൾ ചിറകുവിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ, ക്രൂവേന്മാരാരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ. ക്രൂവേന്മാർ സെറാഫുകൾ ചിറക് വിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ എന്ന് പറയാൻ കാരണമുണ്ട്. ഗബ്രിയേൽ ദൂതൻ അമ്മയുടെ മുമ്പിൽ എത്തുമ്പോൾ ആദ്യം മറിയം എന്ന് വിളിക്കുന്നില്ല, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് വിളിക്കുന്നത്. കാരണം കൃപയിൽ മാലാഖയേക്കാൾ മുന്നിലാണ് മറിയം. അതുകൊണ്ടാണ് പിന്നീടാണ് മറിയമെ ഭയപ്പെടേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാൻ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നത്. സേറാഫുകൾ ചിറകുവിരിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ, ക്രൂവേന്മാരാരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ. അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അമ്മയെ എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ഒരനുഗ്രഹമാണ്. ആദ്യത്തെ ബലിയിൽ കുരിശിൻ്റെ കീഴെ അമ്മ മാതാവ് ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു, ഏതാനും സ്ത്രീകളും പടയാളികളും ഉണ്ടായിരുന്നു, അല്ലേ? ഓരോ ബലി അർപ്പിക്കുമ്പോഴും നമ്മൾ ആരോടൊപ്പമാണ് നിന്ന് ബലി അർപ്പിക്കുന്നതെന്ന് ഓർക്കണം. ഏറ്റവും വലിയ ആരാധന അമ്മയോട് ചേർന്നുള്ളതാണ്. ക്രൂശിതനെ സ്നേഹിച്ച് ആരാധിച്ച അമ്മയ്ക്കൊപ്പം നമുക്ക് ബലിയർപ്പിക്കാൻ സാധിച്ചാൽ അനുഗ്രഹമാണ്. ഒരിക്കലും പടയാളികൾക്കൊപ്പം നിന്ന് നമ്മൾ ബലിയർപ്പിക്കരുത്, ആരാധനയെ കൂടരുത്. അമ്മയോട് ചേർന്ന് മാത്രമേ നമുക്ക് ഹൃദയപൂർവ്വം ഈശോയെ ആരാധിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇൻട്രാക്ഷൻ ആവാം, എന്തെങ്കിലും ചോദിക്കാം, എനിക്കറിയാവുന്നതാണെങ്കിൽ പറയാം. നമുക്ക് വേണ്ടി കുറച്ച് സമയം അങ്ങനെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. വിനോദ ഞാനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് മാതാവ്, ഈശോയുടെ കയ്യിലിരിക്കുന്ന മാതാവ് എന്നുള്ള പാട്ട്. ഏറ്റവും കൂടുതൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ട് അച്ഛൻ എഴുതിയിട്ടുണ്ട് പല പ്രാവശ്യവും. അപ്പൊ അച്ഛൻ എനിക്ക് എന്റെ ജിജ്ഞാസ കൊണ്ട് ചോദിക്കുന്നതാണ്, ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ പറയാൽ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് പലരും വളരെ നന്നായിട്ട് പ്രസംഗിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ പാട്ടിന്റെ എഴുത്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള വരികൾ എങ്ങനെയാ ഇൻസ്പിറേഷൻ എങ്ങനെയാ കിട്ടുന്നത്? എങ്ങനെയാ ഓരോ കാര്യത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ഹൃദയത്തിൽ തൊടുന്ന പോലെ എങ്ങനെയാ എഴുതുന്നേ അച്ഛൻ? ഇതിൽ ഒന്നാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റ് ഈസ് എവർ ക്രിയേറ്റീവ് എന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റ് ഒരിക്കലും ബോറടിപ്പിക്കുന്ന ആത്മാവല്ല. ഹോളി സ്പിരിറ്റ് ഇസ് എവർ ക്രിയേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ. അതായത് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് എപ്പോഴും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓർത്തു നോക്കിയേ, പെന്തക്കുസ്ത എന്ന് പറയുന്നത് എന്താണ്? പെന്തക്കുസ്ത എന്ന് പറയുന്നത് ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലായ ദിവസമാണ്. ഈശോയുടെ സ്നേഹം അവരറിഞ്ഞപ്പോൾ വട്ടുപിടിച്ചതാണ് പെന്തക്കുസ്ത. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കും, അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ടാണ് അവർ വീഞ്ഞു കുടിച്ചവരെ പോലെ സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ്, അതായത് അഭിഷേകം എന്ന് പറയുന്നത് അതാണ് സത്യത്തിൽ. ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് ഒരാൾ വാവിട്ട് കരയുന്നതോ ഭ്രാന്തനെ പോലെ ആടുന്നതാണ് ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമുക്ക് നമ്മുടെ കൺട്രോളല്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് പലപ്പോഴും
കർത്താവ് എന്നോട് കാണിച്ച ഭയങ്കര ഒരു കരുണയാണ്. കരുണ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് പാടുമ്പോൾ മനസ്സിൽ വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു വാക്ക് പോലും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു ട്യൂണ് ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി വായിക്കുന്ന ആളല്ല, ഞാനൊരു ട്രെയിൻഡ് മ്യൂസിഷ്യനല്ല. പക്ഷേ കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നു. എനിക്കത് എൻ്റെ ഒരു യാത്രയിൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ കളയരുത്. ദൈവം നമ്മളെല്ലാവരും ഒരുക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാദർ ബിനോജ് മുളവരിക്കൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് ജേണി. ഒരുപാട് യാത്രകൾക്കിടയിലാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ റോമിലാണ് തിയോളജി പഠിച്ചത്. അന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രദർ ബിനോജ് ഉണ്ട്. ഞാൻ സെമിനാരി പഠിച്ചതിൻ്റെ ഒരു കാലമുണ്ട്. ഞാൻ കടന്നുപോയ വഴികളുണ്ട്. അതിലെല്ലാം ഈ ഹോളി സ്പിരിറ്റ് എന്നെ നയിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെയാണ്. അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് അറിഞ്ഞു. എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് വിസ്മയനീയമായ വിധത്തിൽ സൃഷ്ടിച്ചു. ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നത് ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടുന്നത് പോലെ അങ്ങനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന അനുഭവം ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മാതാവിൻ്റെ പാട്ടുകൾ ഞാൻ കൂടുതൽ എനിക്ക് കിട്ടാൻ കാരണം, ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അമ്മയെ ഓർത്തിട്ടാണ്. ഒരുപക്ഷെ മാതൃസ്നേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ഏറ്റവും വലിയ മുറിവാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല സ്ട്രെങ്ത് ഏറ്റവും വലിയ മുറിവാകും, തിരിച്ചും വരും. പിടികടി. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് അമ്മയുമായി ബന്ധപ്പെട്ടാണ്. അമ്മയുടെ എൻ്റെ ചെറുപ്പകാലഘട്ടം 29 വയസ്സ് വരെയുള്ളൊരു പ്രായം എന്ന് പറയുന്നത് വലിയൊരു സങ്കടത്തിൻ്റെ യാത്രയായിരുന്നു. എൻ്റെ 15 വയസ്സിൽ എൻ്റെ അമ്മച്ചി മരിക്കുന്നു. പിന്നെ ഒരു 14 വർഷം ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ട ജീവിതമാണ്. ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ റോമാലേഖനം 8:28 പറയുന്നത് പോലെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഇന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും പേടിക്കരുത്. 14 വർഷം കഴിഞ്ഞും ഉത്തരം കിട്ടും. പക്ഷെ നല്ല വലിയ ഉത്തരമായിരിക്കും. ഉടനടി എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്റ്റൻറ്റ് കോഫി അല്ലത്, ഇൻസ്റ്റൻറ്റ് ബ്ലെസ്സിങ് അല്ല. പരിണമിപ്പിക്കും എന്ന് പറയുന്നത് എന്താണ്? ഒരു എവല്യൂഷൻ. ഇപ്പോൾ കുരങ്ങനായിരുന്ന ആൾ മനുഷ്യനായെന്ന് പറയുമ്പോൾ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. ഷേപ്പിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ബുദ്ധിയൊക്കെ നമ്മുടെ വർദ്ധിച്ചിരുന്നു പറഞ്ഞ പോലെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര കരിക്കട്ട പോലെ ഇരുന്ന്, അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം ഇങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് അല്ലേ സത്യത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ അമ്മച്ചിയുടെ ഒരു സ്നേഹം, അമ്മ എന്നൊരു ബന്ധത്തെ പറ്റി ഒരുപാട് ഞാൻ മുറിഞ്ഞിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നടന്നിങ്ങനെ ആ ഒരു വേദനയായിരിക്കാം ഒരു പക്ഷേ ഞാൻ കൊടുത്ത എൻ്റെ ഭാഗത്തുള്ളൊരു വില അത് മാത്രമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ വില കൊടുക്കാൻ പറ്റുന്നില്ല. സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഈശോയ്ക്ക് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അതിനേക്കാൾ വിലയുള്ളത് കർത്താവ് തരും. ഞാൻ കൊടുത്തത് ആകെ 10,000 രൂപയാണെങ്കിലും കർത്താവ് എനിക്ക് 16 Pro Max ആയിട്ടുള്ള ഐഫോൺ തന്നു എന്ന് പറഞ്ഞ പോലെയാണ്. 10,000 രൂപയ്ക്ക് അത് കിട്ടില്ല എങ്കിൽ പോലും കർത്താവ് അങ്ങനെയാണ്. 10,000 രൂപ കർത്താവിന് കൊടുത്താൽ കർത്താവ് ഏറ്റവും ടോപ്പ് ഫോണോ സാധനം തരുന്ന പോലെയാണ്. നമ്മുടെ ലൈഫിലേക്ക് അതിനേക്കാൾ വലിയ ബ്ലെസ്സിങ് വെച്ച് നീട്ടും. അതുകൊണ്ട് ജീവിതത്തിലെ കടന്നു പോകുന്ന എല്ലാ വേദനകളെയും ഞെരുക്കങ്ങളെയും കർത്താവിന് വരാൻ, ആത്മാവിന് പറന്നിറങ്ങാനുള്ള വഴിയാക്കുക. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ ഒരു മാതാവിൻ്റെ പാട്ടുകളെല്ലാം തൊടുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തോന്നുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. അച്ഛൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി യൂത്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി ആരാധനകളൊക്കെ നയിക്കുന്നുണ്ടല്ലോ. അപ്പൊ യൂത്തിനെ എങ്ങനെയാണ് കൂടുതലായിട്ട് അച്ഛന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ വഴി സാധിക്കുന്നതെന്നൊന്ന് പറയാമോ? ഒരു കാര്യം, എല്ലാവരും ഈശോയെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവരുടെയും ഉള്ളിൽ ബേസിക്കലി ഒരു ഭയങ്കരമായ ദാഹം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താണ് ആ ദാഹം കാണുന്നു. ഈ G.K. ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞിട്ടില്ലേ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിൽക്കൽ മുട്ടുന്ന വ്യക്തി പോലും ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്, ബട്ട് ഇൻ എ റോങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്നവരെല്ലാം അന്വേഷിക്കുന്നത് ദൈവത്തെയാണ്. കാരണം അവർക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യത ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല സ്ഥലത്തേക്ക് പോകുന്നു. റൈറ്റ് പ്ലേസ് നമ്മൾ പറഞ്ഞു കൊടുക്കണില്ല. നമ്മളെല്ലാവരോടും ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നു, പക്ഷെ വേറെ ലഹരി പരിചയപ്പെടുത്തുന്നില്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കുമെന്ന് പറയണത്? അത് കുറച്ച് നാളത്തേക്ക് മസിൽ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. മറിച്ച് നമ്മൾ പുതിയ ലഹരി പരിചയപ്പെടുത്തുന്നതാണ് പഴയ ലഹരി ഉപേക്ഷിക്കാൻ ഉള്ള കാരണം. പിടികെട്ടി. അപ്പോൾ ക്രിസ്തുവിനൊരു ലഹരിയുണ്ട്. ആ ലഹരി കുറഞ്ഞതൊന്നും യൂത്തിന് കണക്റ്റ് ആകില്ല. കുറേ ഉപദേശമൊന്നും യൂത്തിന് വർക്കാകാറില്ല. പക്ഷേ
ഞാൻ എൻ്റെ യൂത്ത് മിനിസ്ട്രിയിൽ കർത്താവ് എന്നോട് കാണിച്ച വലിയൊരു കരുണയാണ്. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ പാട്ടുപാടി ആരാധിക്കുമ്പോൾ കർത്താവ് ഒരു വലിയ കരുണ കാണിക്കും, മനസ്സുകൾ മാറ്റിക്കളയും. ഇതുവരെയും കിട്ടാത്തൊരു ലഹരി കർത്താവ് അവിടെ ഒഴുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്കത് ഡ്രഗ്സ് പോലെയാണ്. ഇപ്പം ഞാൻ യൂറോപ്പിൽ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, മാൾട്ട, ഇറ്റലി, ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ 1 മാസം 2 മാസത്തിനുള്ളിൽ 3-4 പ്രോഗ്രാമിന് പിള്ളേർ 8-9 മണിക്കൂർ യാത്ര ചെയ്ത് കയറി വരും. ഇത് ഈ ഡ്രഗ്സ് കിട്ടാൻ വേണ്ടി പോണ പോലെയാണ്. ഇതിൻ്റെ ഒരു അഡിക്ഷനുണ്ട്. അതിൽ കുറഞ്ഞതൊന്നും യൂത്തിൻ്റെ അടുത്ത് ചിലവാകില്ല. കാരണം ഈ പ്രായത്തിൽ ഇത്തിരി ലഹരി വേണം. ലഹരി ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതൊരു ഉണക്ക ജീവിതമല്ലേ. അപ്പം അതുകൊണ്ട് പണ്ട് ഈ കാരണവന്മാർ തമാശക്ക് വരുന്നൊരു കാര്യമാണ്, കഴിക്കുമ്പോൾ നല്ല സാധനം കഴിക്കണമെന്ന് പറയും. ഞാൻ അത്ര പറയണം, കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് കഴിക്കണം. ചില അപ്പനമ്മമാർ പറയില്ലേ, എടി നിനക്ക് വേറെ ഒരുത്തരും കിട്ടിയുള്ളൂ, ഈ കോന്തനെ കിട്ടിയുള്ളൂ, പിടിക്കുമ്പോൾ പുളിയും കൊമ്പി പിടിക്കണമെന്ന് കേട്ടിട്ടില്ലേ? അത് പറഞ്ഞ പോലെ പിടിക്കുമ്പോൾ പുളിയും കൊമ്പി പിടിക്കാൻ നമ്മൾ പരിചയപ്പെടുത്തുക. കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് കഴിക്കാൻ കൊടുക്കുക. അതിന് വേണ്ടി മാത്രം. ഓക്കെ, പറഞ്ഞു. അച്ഛൻ്റെ വാക്കുകൾ പോരാ പോരാ എന്നുള്ള പാട്ട് കേട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷനായിട്ട് കരഞ്ഞു പോയി. ദൈവത്തിന്റെ സ്നേഹം അത്രയും ഇതായിരുന്നു. പറ്റുമെങ്കിൽ 2 വരി ഒന്നുകൂടെ പ്ലീസ്. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ, വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. ഈശോ ശരിക്കട്ടെ അച്ഛാ. അച്ഛൻ്റെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സ്നേഹം അങ്ങ് നിറയുന്ന പോലെ തോന്നണേ. ഇപ്പം നമ്മൾ ഭയങ്കര ഡെസ്പായിട്ട് നിരാശയായിട്ടൊക്കെ ഇരിക്കുമ്പം അച്ഛൻ്റെ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ശരിക്കും ഈശോ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? ഈശോയ്ക്ക് നമ്മളോട് ഇത്രയും സ്നേഹമുണ്ടോ? പക്ഷെ അറിയാത്തൊരു എവിടെന്നോ നമ്മളെ ഒരാൾ വന്ന് ഹഗ് ചെയ്യുന്നൊരു ഫീലിംഗ് അച്ഛൻ്റെ പാട്ടുകൾ, ചില ഈശോയുടെ പാട്ടുകളൊക്കെ. പ്രത്യേകിച്ച് ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ എന്താ പാടാൻ തന്നെ പറഞ്ഞു, മറ്റേ സുന്ദരനായി ഈശോ ഇത് ഓക്കെ അച്ഛാ, എക്സൈറ്റ്മെന്റും ഉണ്ടാകും. അപ്പം ശരിക്കും ഇപ്പൊ കുറെ പേരൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയൊരു സമയമാണ്. പെട്ടെന്ന് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സമയത്ത് ശരിക്കും പാട്ടിന് ഭയങ്കര റീച്ച് കിട്ടും. റീച്ച് മനുഷ്യ ഉള്ളിന്റെ ഉള്ളിലോട്ട് നമുക്കൊരു ഇത് കിട്ടും. അപ്പൊ ഇപ്പം നിരാശയായിട്ട് കഴിയുന്നവർക്ക് ഇപ്പം കുറെ പല രീതിയിൽ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ എക്സോസ്റ്റഡ് ആയ ആൾക്കാർക്കൊക്കെ അച്ഛന്റെ പാട്ടുകൾ റീച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ അതിലോട്ട് അച്ഛൻ എത്തുന്നു എന്ന് വെച്ചാൽ, അങ്ങനെയൊക്കെ ആൾക്കാരിലോട്ട് എത്താൻ അച്ഛനെ പ്രേരിപ്പിക്കുന്ന എന്താ? ഇത്രയും സ്നേഹം അച്ഛന് ഉള്ളിൽ എപ്പോഴും ഉണ്ടോ? അതെയോ അച്ഛനും ഉണ്ടാവത്തില്ല ഇങ്ങനെ ചില മൊമെന്റ്സ്? അപ്പൊ ആ സമയത്ത് എങ്ങനെ ഈശോയുടെ സ്നേഹം ഇത്രയും ഫീൽ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ അതൊന്ന് പറഞ്ഞുതരാമോ? ദൈവത്തിന് സ്തുതി. എന്തായാലും ഒരു കാര്യം, ഞാൻ ഒരു പുണ്യാളനല്ല. എനിക്കും ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു സമർപ്പണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നടത്തിയിട്ടുണ്ടെന്നുള്ളത് കറക്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ, അതായത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാലയളവിൽ കുറേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കുറേ സ്ട്രഗിളുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ സ്ട്രഗിളുകളെല്ലാം ഈശോ അനുഗ്രഹമാക്കിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്ട്രഗിളുകളെല്ലാം നമ്മൾ സത്യത്തിൽ, ഞാൻ ഈ അടുത്താണ്, ഞാൻ ചെറുപ്പത്തിൽ പലപ്പോഴും ഒരുപാട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അടുത്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്, എന്തിനാണ് ഈശോ എന്നെ ഒറ്റപ്പെടുത്തിയത്. അപ്പോൾ ഈശോ എനിക്ക് നൽകിയൊരു ബോധ്യം ഇതാണ്: ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? 4 പേര് കാണാതെ മാറ്റി നിർത്തി കൊടുക്കും. അപ്പോൾ സത്യത്തിൽ എന്നെ കുറേ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആളിങ്ങനെ ചില സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നവർക്കാണ് മരണത്തിൻ്റെ വക്കത്തുനിന്ന് ചില രക്ഷിക്കാൻ പറ്റും. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പെട്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ അത്രയും സ്ട്രഗിളുകളും വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ശൂന്യതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ദൈവത്തിൻ്റെ സ്നേഹം നിറയാനുള്ള ഒരു സ്പേസായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ശൂന്യത ദൈവസ്നേഹം നിറയാനുള്ള സ്പേസാക്കി മാറ്റുക. നിങ്ങൾക്കുള്ള സങ്കടങ്ങൾ, മുറിവുകൾ മരുന്നുകളാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം അത് അത്രയും ഒരു അവസ്ഥ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് കുറേയൊക്കെ പ്രാർത്ഥനയാക്കാൻ കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ അതുപോലെ സഹായിക്കുന്ന വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഓരോ സമയത്ത് മാലാഖമാരെ പോലെ എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സമയത്ത് വീഴാൻ പോകുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയത്തില്ല, അങ്ങനെ വരും പാടുന്നതെല്ലാം അങ്ങനെ സ്നേഹമായി പോകുന്നുണ്ട്. അത്രയാണ് എനിക്ക് പറയാൻ കിട്ടുന്നുള്ളൂ. താങ്ക് യു. ചോദിച്ചോട്ടെ? യെസ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അച്ഛന്റെ പാട്ടുകൾ ഇപ്പം ക്രൂശാകും മേശയിലും ഭയങ്കര നൈസാണ്. ആയിരങ്ങളെക്കാൾ സുന്ദരനെയും ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ അച്ഛാ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോ നമുക്കിപ്പം പ്രെയർ ലൈഫ് ഒരു കൺസിസ്റ്റന്റ് അല്ലാതെ കൊണ്ടുപോകുന്ന ഒരാളെങ്കിൽ ഇപ്പം മടി പിടിച്ചിരിക്കുകയാണ്, പ്രെയർ ലൈഫ് പോയി, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരണം, അങ്ങനെ ഉള്ളവർക്ക് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് മടിയാണ്, പക്ഷെ ഫോഴ്സ്ഫുള്ളി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ സ്നേഹമുണ്ട്, പക്ഷെ പ്രോപ്പർ പ്രെയർ ലൈഫിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ തിരിച്ച് എങ്ങനെ വരും എന്നുള്ളൊരു കാര്യം അച്ഛന് പറയാൻ പറ്റുമോ? എനിക്കൊന്ന് ചെറുപ്പക്കാർക്ക് പൊതുവേ ഉള്ളൊരു സാംക്രമിക രോഗമാണ്, നമുക്കെല്ലാം ഒരു കടന്നു പോകുന്നൊരു അവസ്ഥയാണിത്. ഒരു പക്ഷേ കൺസിസ്റ്റൻസി എന്നുള്ളത് ആരെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയില്ല, ഈ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ഒന്നാമത്തെ പറയുന്നത് പോലെയാണ്. നമ്മുടെ ലൈഫിൽ ഒരു മാലാഖ കണക്ക് ചില ആളുകൾ വേണം, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കാനും നമ്മോട് ചോദിക്കാനും ഒക്കെ, അല്ലേ? ചിലർ സുഖമാണോന്ന് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിക്കും, ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും. പക്ഷേ നിങ്ങളോട് ആരെങ്കിലൊക്കെ ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് എങ്ങനെ പോകുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ, ഇന്ന് കൊന്ത ജില്ലയോ, വിശുദ്ധ കുർബാനയ്ക്ക് പോയോ, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ലൈഫിൽ അങ്ങനെ നമ്മളോട് ചോദിക്കാൻ, നമ്മളെ ഒന്ന് കൈപിടിച്ച് നടത്താൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ ലൈഫിലുള്ളത് നല്ലതാണ്. അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ വേറോനിക്കായുടെ തൂവാല ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഉന്മേഷം വീണ്ടെടുത്ത് കൊടുത്തതുപോലെ ചില തൂവാലകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. എപ്പോഴും നമുക്ക് ഇടയ്ക്ക് മടുപ്പ് വരും, ഇടയ്ക്ക് ഊർജ്ജം പോകും, ഇടയ്ക്ക് നമ്മൾ മടുത്ത് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായിരിക്കും, ഒരു ഫോൺ കോൾ ആയിരിക്കും, ഒരു മെസ്സേജ് ആയിരിക്കാം, വചനം വായിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ ടിപ്സ് നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തണം. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പാട്ട് അതിന് വളരെ സഹായിക്കും. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് കേൾക്കാവുന്ന ഒരു കാര്യമാണ് പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യമാണ്, ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത്, നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന 5 പേരുടെ ആവറേജാണ് നമ്മുടെ ക്യാരക്ടർ. ക്വാളിറ്റി ലൈഫുള്ള ആളുകളുമായിട്ട് വെറുതെ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്കും അറിയാതെ ക്വാളിറ്റി കൂടും, അല്ലേ? അതുകൊണ്ടാണ് മാതാവിനെ ഈശോയെ കൂട്ടുകൂടണമെന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പാട്ടുകളെ പറ്റി ഒരു വശം ചിന്തിക്കുമ്പോൾ എനിക്ക് ഈശോ പാട്ടുകൾ തരുന്നു, എങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ക്വാളിറ്റി മ്യൂസീഷ്യൻസാണ് എല്ലാവരും. എന്ന് വെച്ചാൽ അവരെല്ലാം വളരെ അങ്ങനെയുള്ളവരായതുകൊണ്ട് ഞാൻ അത്രയും ക്വാളിറ്റി തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം നടത്താൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അങ്ങനത്തെ ആളുകളെ നോക്കി പഠിച്ചാൽ അത്രയും ക്വാളിറ്റി ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ കണ്ടുമുട്ടാനും വർത്താനം പറയാനുള്ളത് നല്ലതാണ്. അതൊരു പക്ഷേ നിങ്ങളെ പെട്ടെന്ന് ഒരു ചാർജ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില കൂട്ടായ്മയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയല്ല, തോമാസ് ലീഗ ആദ്യം ഉദ്ധിതനായ ഈശോയെ കണ്ടില്ലല്ലോ, തോമസ് ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്തു? ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇരുന്നു, അപ്പോൾ ഉദ്ധിതനായ ഈശോയെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഫെയ്ത്ത് ക്രൈസിസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ ഡൗൺ ആകുമ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സംശയങ്ങൾ മാറും, ക്ഷീണം മാറും, ചാടി എഴുന്നേക്കാൻ പറ്റും. അച്ഛൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എനിക്ക് ചോദിക്കാൻ, അച്ഛൻ പറഞ്ഞില്ല അച്ഛൻ ട്രെയിൻ മ്യൂസീഷ്യൻ അല്ല, പക്ഷെ അച്ഛൻ ഏതെങ്കിലും ഒരു പോയിന്റ് ഡിസൈഡ് ചെയ്താണല്ലോ, അതായത് എന്റെ ഈ കഴിവ് ഞാൻ ഇനി ഈശോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ ഈശോ ഇപ്പൊ ഒരുപാട് അതിലൂടെ ഒത്തിരി ഈശോയുടെ മുഖത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിൽ പലരിലും അല്ലെ, നമുക്ക് എല്ലാവർക്കും ഈശോ എന്തെങ്കിലുമൊക്കെ കഴിവ് തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മളത്, അതായത് എനിക്ക് തന്ന ഈശോയ്ക്ക് വേണ്ടി മാത്രം മതി അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈശോയ്ക്ക് കുറെ പ്രവർത്തിക്കാലോ. പക്ഷെ നമുക്ക് ചിലപ്പോൾ മടി കാണും, അല്ലെ ചിലർക്ക് അത് അറിയത്തില്ലായിരിക്കും, എന്താ അതെങ്ങനെയാ ഡിസേൺ ചെയ്യണം അങ്ങനെ. അപ്പൊ അച്ഛന്റെ ലൈഫിൽ അത് എങ്ങനെയാ അത് നാവിഗേറ്റ് ചെയ്തു, അല്ലെ
അതായത് എങ്ങനെയാ അത് തിരിച്ചറിഞ്ഞാന്ന് ഇനി ഈശോയ്ക്ക് വേണ്ടി പാടാം അങ്ങനെയൊക്കെയുള്ളൊരു അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചെറുപ്പത്തിൽ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഇൻ്റർനാഷണൽ പേടിത്തൊണ്ടനായിരുന്നു. ഞാൻ പല ക്ലാസ്സുകളും ക്ലാസ് ലീഡറായിരുന്നു, പക്ഷേ ഈ പ്രതിജ്ഞ പോലും വായിച്ചു കൊടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ നുണ പറഞ്ഞ് പനിയാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ ഭാരതത്തിൻ്റെ കാര്യം നോക്കാൻ. അപ്പം അതുകൊണ്ട് അത് ചൊല്ലി നമ്മൾ മരിച്ചു പോയിട്ട് പിന്നെ ഭാരതം ജന്മനാടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്രയും പേടിയായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ കഴിവൊന്നും ആരും കണ്ടുപിടിച്ചില്ലെന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ എന്ന് നോക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്നെ കണ്ടെത്തിയില്ലല്ലേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കറിയായിരുന്നു എവിടെയോ ഒരു സ്പെഷ്യൽ എന്തോ ഒരു സംഗതി കിടപ്പണമെന്ന് തോന്നിയിരുന്നു. സെമിനാരി ചേർന്ന സമയം തൊട്ടാണ് ഞാൻ പാട്ട് കീബോർഡ് പഠിക്കാൻ തുടങ്ങി. പിന്നീട് വയലിൻ പഠിച്ചു. നമ്മുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷനോട് നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വരണമെന്നില്ല. അതായത് ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയുന്ന പോലെ ഒരു പുഴയിലേക്ക് നമുക്ക് 2 വട്ടം കാലെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന പോലെയാണ്. ഓരോ ദിവസവും നമുക്ക് ഓരോ ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മൾ അത് കളഞ്ഞ പിന്നെ കിട്ടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനോട് യെസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ ഉള്ളിൽ സെമിനാരി കാലത്ത് തന്നെ ഇങ്ങനെ തോന്നുമായിരുന്നു. എൻ്റെ കൂടെയുള്ള ബ്രദേഴ്സിനോട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഈ ലോകത്തിൽ ഏറ്റവും നല്ല അച്ഛൻ ജനിച്ചിട്ടില്ല, നമ്മളാണെന്ന്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തീ ഇങ്ങനെ കത്തുമായിരുന്നു. സെമിനാരി കാലത്ത് സമയം വെറുതെ കളഞ്ഞിട്ടില്ല, ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. എന്നും കീബോർഡ് പ്രാക്ടീസ് ചെയ്യായിരുന്നു, എന്നും വയലിൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെ എന്തോ ഒരു തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കേണ്ട, ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനെ ഇത് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ഓർത്ത് നോക്കിക്കുക, നമ്മൾ ഒരു സ്ത്രീ അമ്മയിലാണ് മുലപ്പാൽ ഉണ്ടാകുന്നത്. എന്തിനാ? കുഞ്ഞിന് വേണ്ടിയിട്ടാണ് മുലപ്പാൽ ചുരുത്തുന്നത്. ആ സ്ത്രീയുടെ ശരീരത്തിൽ പോലും മാറ്റങ്ങളുള്ളത് എന്തിനാ? കുഞ്ഞിനെ വളർത്താനല്ല എന്ന് പറഞ്ഞ പോലെയാണ് ദൈവകൃപകൾ നമ്മളിൽ ചുരത്തുന്നത് എപ്പോഴാണെന്നറിയോ? ദൈവത്തോട് നമ്മൾ ആമേൻ യെസ് പറയുമ്പോഴാണ്. സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ കീബോർഡൊക്കെ ഇങ്ങനെ വായിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് റിതമൊന്നും അറിയത്തില്ല, താളമൊന്നും അറിയത്തില്ല. ഇപ്പോൾ സർവാധിപന എന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് താളം തെറ്റിപ്പോയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ താളമൊക്കെ എങ്ങനെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ഫിലോസഫി പഠിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വായിക്കുന്നത് തെറ്റിയിട്ട് എന്നോട് 2 മാസം വായിക്കണമെന്ന് സീനിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സെമിനാറിൽ ഞാൻ കർത്താവിനോട് ചോദിക്കേണ്ട, കർത്താവ് നീ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും കരുണ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന ഉത്തരം, നിന്നേക്കാൾ കഴിവുള്ളവർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കുള്ള കഴിവ് നിൻ്റെയാണെന്നും നിനക്കുള്ളതാണെന്നും എപ്പോഴും ഏറ്റവും കൂടുതൽ പറഞ്ഞത് നീയാണെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് 5 അപ്പവും 2 മീനും മതി, അതെപ്പോഴും പറയണം നിനക്കുള്ളതാണെന്ന്. അത് ഈശോ സീരിയസ് ആയിട്ട് എടുക്കും. കുറച്ച് മതി, നമുക്ക് ഒത്തിരി കൊടുക്കാൻ നോക്കരുത്, ഒത്തിരി വേണ്ട കർത്താവിന്. അപ്പോഴാണ് കർത്താവിൻ്റെ ആകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയണം, ഇത് നിൻ്റേതാണ്, നിനക്കുള്ളതാണ്. പാട്ട് പാടുന്നവർ എല്ലാ കഴിവും നിങ്ങൾ എന്ത് ചെയ്യണം, സമയം നിനക്കുള്ളതാണ്, നിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഈശോ അത് സീരിയസ് ആയിട്ട് എടുക്കും. അത്ഭുതങ്ങൾ അതിലൂടെ കാണിക്കും. പിന്നെ അത് ഈശോയുടെയാണ്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എനിക്ക് അച്ഛൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ ദീന പറഞ്ഞ പോലെ തന്നെ ക്രൂശാകും മേശയിൽ, അതുപോലെ അമ്മ മാതാവിനും കയ്യിലിരിക്കുന്ന ഈ 2 പാട്ടുകൾ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2020 ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ അച്ഛൻ ക്രൂശിതനെ ഉദ്ധിതനെ എന്നുള്ള പാട്ടിന്റെ ആ പാട്ട് ഉണ്ടാവാനിടയായ ഒരു സർക്കംസ്റ്റൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അച്ഛന്റെ പാട്ടുകൾ, അതുപോലെ അച്ഛൻ പറഞ്ഞ ടോക്ക്, ഈശോ സൂപ്പർ ഹീറോ ആണ്. അന്ന് ഞാൻ അമ്മയായിരുന്നില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈശോ സൂപ്പർ ഹീറോയാണ് എന്നുള്ളൊരു കാര്യം അച്ഛന്റെ മനസ്സിൽ അച്ഛന്റെ അമ്മ ഇട്ട് തന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ കൊച്ചിന്റെ അടുത്ത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇവനെയാണെങ്കിലും ഞാനിങ്ങനെ ഇരുത്തി പഠിപ്പിച്ച ഒരു പാട്ടാണ് ഈ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയായിട്ടുള്ള. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ പിള്ളേർ എപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു പ്രായമാണ് അവന്റെ. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്ന സംശയത്തിന് അച്ഛൻ അത് കർത്താവ് അച്ഛനെ കൊണ്ട് ഇടിയിപ്പിക്കും. ആ ഒരു ഷോർട്സിൽ കൂടെ അച്ഛൻ ഇങ്ങനെ പറയും, അത് ഇന്ന ടൈമിലാണ് ഇങ്ങനെ എഴുതിയെന്ന് പറയും. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരമ്മയായി ദൈവം തെളിയുന്ന സ്നേഹക്കണ്ണാടിയാണമ്മ എന്നുള്ള ആ വരികൾ അതിനെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. അതുപോലെ ഈ ക്രോവന്മാർ, സ്രാപ്പന്മാര്, പിന്നെയാണ് ഞാൻ അതിങ്ങനെ ആ പാട്ടിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ. അപ്പൊ അമ്മ അത് നോക്കി പിന്നെ ഈ മാലാഖമാരോട് കൂടെ ചേർന്ന് കൊന്ത ചൊല്ലാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. കാരണം എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ ഇച്ചിരി വേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അങ്ങനെയൊക്കെ പോയായിരുന്നു. എന്റെ മമ്മി കുറച്ച് സ്ട്രിക്റ്റാ. അപ്പൊ ഞാൻ ഇങ്ങനെ മാതാവിന്റെ അടുത്ത്
ഭയങ്കരമായിട്ട് കൂട്ടുകൂടായിരുന്നു. കല്യാണത്തിന് മുമ്പും ഇപ്പോഴും ഒക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പൊ എനിക്ക് ആ ഒരു വരി, ഒരമ്മയായി ദൈവം തെളിയുന്ന സ്നേഹക്കണ്ണാടിയാണമ്മ, ആ വരി അച്ഛൻ എഴുതാനിടയായ ഇതൊന്ന് പറയാവോ? ദൈവസ്നേഹത്തിൻ്റെ മാതൃഭാവമാണ് പരിശുദ്ധി അമ്മ എന്ന് പറയുന്നത്. ഞാൻ ദൈവസ്നേഹം മുഴുവൻ ഒരമ്മയായിട്ട് മാറിയിരിക്കുകയാണ് മറിയത്തിൽ, അല്ലേ? അതുകൊണ്ട് ഒരു ദൈവം ഒരു അമ്മയായി മാറി എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു അമ്മയുടെ ഒരു രൂപത്തിൽ, അമ്മയുടെ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ തോണ്ടുന്ന, ചേർത്ത് പിടിക്കുന്ന, ഹഗ് ചെയ്യുന്ന അത്രയും സ്നേഹം അമ്മയിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എപ്പോഴും നമുക്ക് ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഇത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എവിടെയൊക്കെയാണ്, ഞാനും പല സ്ഥലത്ത് എവിടെയൊക്കെ ദൈവസ്നേഹത്തിൻ്റെ മാതൃഭാവമാണ് പരിശുദ്ധി അമ്മ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ആരെ പറഞ്ഞെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല, പക്ഷേ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ ഓർക്കും, ശരിയാണല്ലോ, ആ ദൈവസ്നേഹം ഒരു മാതൃരൂപത്തിലായിരിക്കുന്നതാണ് പരിശുദ്ധി അമ്മ. കാരണം അമ്മയിൽ ഒരു കളങ്കവും കറയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം, വേറെ ഒന്നും അതിൻ്റെ പുറകിൽ ഇല്ല. അച്ഛാ ഈശ്വമിശിയെ സ്തുതിയായിരിക്കട്ടെ അച്ചോ. അച്ഛാ, ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി ഏലീഷയുടെ മേലിൽ ആവസിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ കൂട്ടായ്മയിൽ അച്ഛനെ കാണാനും അച്ഛനെ സ്വരം ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗായകരുണ്ട്, പാട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുന്നവരുണ്ട്. ഇവരോട് ആത്മീയമായിട്ട് മീൻസ് എന്താണ് അച്ഛനെ കൊടുക്കാനുള്ള ഒരു ഇത്? പിന്നെ അച്ഛന്റെ ജീവിതത്തിൽ ഗായകൻ പാടിയപ്പോൾ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ പാടുന്ന സമയത്ത് ദൈവത്തിന്റെ അത്യുന്നതമായ ശക്തി, എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പക്ഷെ പ്രകടമായ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അച്ഛന്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഷെയർ ചെയ്യാനായിട്ട് പറ്റും? രണ്ടാമത്തേന് ആദ്യ ഉത്തരം പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ വീക്കെൻഡും ഏതെങ്കിലും രാജ്യത്ത് പാടുന്നുണ്ട്. എല്ലാ വീക്കെൻഡും ഏതെങ്കിലും യൂറോപ്പിൽ 23 രാജ്യങ്ങളുണ്ട്. ഒപ്പം ഞാൻ മറ്റേ ഓസ്ട്രേലിയ, US-ലും കാനഡയൊക്കെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. എല്ലാ വീക്കെൻഡും ഞാൻ പ്രകടമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ല, ഞാൻ ഒരിക്കലും ഒരു ആരാധനയ്ക്കിടയിൽ എൻ്റെ ഉള്ളിൽ ഈശോ ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമെന്ന് തോന്നിയിട്ട് മരിച്ചവരെ ഉയർക്കും എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ഓർത്ത് മരിച്ചവരെ ഉയർക്കും. എനിക്കത് അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് തോന്നി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അപ്പനോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞിരുന്നൊരു കുട്ടിയുണ്ട്. കാരണം ആ കൊച്ച് ഓർമ്മ വെച്ച കാലം മുതൽ അപ്പൻ മിസ്യൂസ് ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. അവൾ പറഞ്ഞു, ഐ ഹെയ്റ്റ് മെൻ. അവൾക്ക് ആൺകുട്ടികൾ ആരും ഫ്രണ്ട്സ് ഇല്ല. അവൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കില്ല അച്ഛാ, കാരണം എനിക്ക് ഒരു ആണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. 20 വയസ്സോടുകൂടി അങ്ങനെ പറഞ്ഞൊരു കുട്ടിയുടെ മുമ്പിൽ ഞാനിരുന്ന് കരയായിരുന്നു. ഞാൻ ഒന്നുമില്ല, അവൾക്ക് ഉപദേശവും നമുക്ക് കൊടുക്കാനില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഈ കൊച്ചിനെ ഇതിനെ വിളിച്ചു, ഈ റിട്രീറ്റിന് വിളിച്ചിരുന്നു. അന്ന് ഈശോ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മരിച്ചവരെ ഉയർക്കും, ഉയർത്തെഴുന്നേൽക്കും. ആരാധനയ്ക്കിടയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആരാധന കഴിഞ്ഞപ്പോൾ ആദ്യം കുറേ പേര് ഇങ്ങനെ ടെസ്റ്റിമണി പറഞ്ഞു. ഈ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, 20 കൊല്ലമായിട്ട് എൻ്റെ മനസ്സിൽ ഒരാളോട് ക്ഷമിക്കാതിരുന്ന ആളോട് ഞാൻ ഇന്ന് ക്ഷമിക്കുന്നു. റിട്രീറ്റ് കഴിഞ്ഞ് പോകുന്നത് അവൾ കുറേ ആൺകുട്ടികളായിട്ട് നല്ല കൂട്ടുകൂട്ടിയിട്ട് ഇന്ന് നമ്മൾ ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് പ്രകടമായ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മാസം മുമ്പ് ജർമ്മനിയിൽ ഒരു റിട്രീറ്റിനിടയിൽ ഒരു കൊച്ചു പറഞ്ഞൊരു ടെസ്റ്റിമണി ഇതായിരുന്നു. അവൾക്ക് ഡിപ്രഷൻ, അവൾക്ക് ഒരു 4-5 പേര് കൂടിയിരിക്കുമ്പോൾ വർത്തമാനം പറയാൻ പേടിയാണ്. ഡയഗ്നോസ്ഡ് അക്യൂട്ട് ഡിപ്രഷനുള്ള കുട്ടിയാണ്. നമ്മുടെ പ്രോഗ്രാം എല്ലാം 3 ദിവസത്തേക്കാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം വരുന്നു, ശനി ഞായർ ഉച്ചയ്ക്ക് തീരുന്നു. അതിൽ കൂടുതൽ നമുക്ക് സമയം യൂത്തിനില്ല. അപ്പോൾ ഈ 1.5-2 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുന്നതാണ് എല്ലാവരും ചിന്തിക്കണം. പക്ഷേ കുറച്ച് സമയമുള്ളൂ നമുക്ക്. ആക്ച്വലി ഈ കുട്ടി ടെസ്റ്റിമണി പറയുകയാണ്, എനിക്ക് അക്യൂട്ട് ഡിപ്രഷനുള്ള ഒരാളാണ്, ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല. പക്ഷേ ഈ എവയ്ക്ക് പ്രോഗ്രാം കഴിഞ്ഞു, ആരാധനയ്ക്കിടയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാരമില്ല, എൻ്റെ ഡിപ്രഷൻ എന്നിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഓർത്താൽ ഇങ്ങനെ ഇനി അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്ന കുട്ടി ഈശോയെ അൾത്താരയിൽ കാണുന്നു ഈ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഒരുപാട് പ്രകടമായിട്ടുള്ള കൂടുതൽ ഞാൻ ഒരിക്കലും രോഗസൗഖ്യമൊന്നും അധികം ടെസ്റ്റിമണി പറയിപ്പില്ല. ലൈഫ് ചേഞ്ചിങ് ആണ് യൂത്തിൻ്റെ ഞാൻ പറയിപ്പിക്കാറുള്ളൂ. ജീവിതം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദൈവം ഇല്ലെന്ന് പറഞ്ഞു വന്നവൻ പിന്നെ ഇതൊരു അഡിക്ഷൻ പോലെ മാറുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ ചുരുക്ക സമയമാണ്, അത് ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് മാത്രമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അയർലൻഡിലൊക്കെ അവിടെ ജനിച്ചു വളർന്ന യൂത്തിന് വേണ്ടി റിട്രീറ്റ് ചെയ്യാറുണ്ട്. 3 മണിക്കൂർ ആരാധന കഴിഞ്ഞിട്ടും യുവജനങ്ങൾ എഴുന്നേറ്റ് പോകണില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് സമയം കഴിഞ്ഞു, പോകണില്ല. ഞാൻ ഈ അയർലൻഡിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് അവിടുത്തെ യൂത്ത് പറയും, അച്ചാച്ചന് സമയമുണ്ട്, നമുക്ക് 2-3 മണിക്കൂർ ആരാധിച്ചാലോ എന്ന് പറയും. എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ഒരു ഫെയ്ത്ത് വരുന്നത്? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അത്രമേൽ ഒരു അനോയിൻറ്റിങ് ഈ പാട്ടിലുണ്ട്.
നമ്മൾ പാടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, എനിക്കങ്ങനെ ഒരുപാട് എൻ്റെ ഓർമ്മകളുണ്ട്. ഞാൻ ഈ മിനിസ്ട്രി, നിങ്ങൾക്കറിയാം, ഏറ്റവും ടഫായ മിനിസ്ട്രിയാണ് യൂത്ത് മിനിസ്ട്രി. എനിക്കതിനകത്ത് എൻ്റെ യാതൊരു ടാലൻറ്റും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷേ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ ഈശോ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ പാടുമ്പോൾ ഞാൻ വേണ്ടതൊക്കെ ചെയ്തേക്കാം. അത് ഇന്നും തുടരുന്നു. അതുകൊണ്ട് എനിക്ക് ആര് വന്നാലും, പുലി വന്നാലും എനിക്ക് പേടിയില്ല. അപ്പോൾ പൂച്ച പോലെ ആരാക്കും? എൻ്റെ ഈശോ ആക്കും. അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും അതിനകത്ത് മാൾട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു ഔട്ട്ഡോർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. മാൾട്ടയിൽ വെച്ച് വെല്ലിഹ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പുറത്ത് ഇങ്ങനെ കുറേ യുവജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മാൾട്ടീസുകാർ കുറേ പേര് വന്നിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയാണ്, ഇത് ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും അറിയില്ല, പക്ഷേ ഇത് ഞങ്ങൾക്ക് മുഴുവൻ രോമാഞ്ചമാണ്, ഞങ്ങളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതുപോലെ കഴിഞ്ഞ ദിവസം ഷ്വാർസ്വാൾ എന്ന് പറഞ്ഞിട്ട് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ബോർഡറിൽ ഒരു 1 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു 10-20ഓളം ഹോസ്പിറ്റലിലെ ഹെഡായിട്ടുള്ള ഒരു കപ്പിൾസ്, ജർമ്മൻസാണ്. അവർ വരുന്ന സമയത്ത് അവർ പറഞ്ഞു, ഒരു പാട്ട് ഒന്ന് പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മേൻ്റെ അമ്മയെ പാട്ടാണ് പാടിയത്. അത് പാടി കഴിഞ്ഞപ്പോൾ അവർ പറയാം, ഇനി അടുത്ത നിങ്ങളുടെ പ്രോഗ്രാമിന് വരുന്നുണ്ട്, ഇത് പാടിയപ്പോൾ ശരീരം മുഴുവൻ ഷിവർ ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഭാഷയില്ല, അത് ഏത് രാജ്യക്കാരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ട് ഇതിനെ കാണണം, ഒരു കഴിവല്ല, ഇതൊരു ക്യാരിസമാകാൻ പ്രാർത്ഥിക്കണം. ഒരു ഗിഫ്റ്റ്, ഒരു ടാലൻറ്റ് ക്യാരിസമാകുന്നത് ദൈവത്തിന് കൊടുക്കുമ്പോഴാണല്ലോ, ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവകരങ്ങളിലായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്താനായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതിന് ബെസ്റ്റ് കൊടുക്കണം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് അതിനൊരു സമർപ്പണം ചെയ്ത് അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. ഇപ്പം ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഉച്ച സമയം തൊട്ട് എൻ്റെ മനസ്സിനെ ഒരുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ബെസ്റ്റ് ഈശോ തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ, കാനഡയിലേക്കുള്ള ഫ്രണ്ടിനോട് എൻ്റെ വോയിസൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അമൽ എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവനിതിരിപ്പുണ്ടായിരിക്കും. ഞാൻ ഇതൊക്കെ കയറി ടെസ്റ്റ് ചെയ്തു, കീബോർഡ് ലെവൽ കറക്റ്റാണോ അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും ഈശോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക. എളിമയോടെ ഇത് ചെയ്യുക. നമ്മുടെ സ്ട്രെങ്ത് ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് ആയിട്ട് മാറരുത്. കാരണം ജ്ഞാനികൾ ഹെരോദോസിൻ്റെ അടുത്ത് നിന്നപ്പം ഹെരോദോസ് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിട്ട് എവിടെ ഈശോ ഉള്ളെന്ന് പറ, ഞങ്ങൾക്ക് ആരാധിക്കാനാണ്. നുണ പറഞ്ഞതാണ്, ഈശോയെ നശിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പിശാച് നമ്മുടെ കഴിവ് എടുത്ത് ഉപയോഗിക്കും. അത് മറ്റുള്ള രക്ഷിക്കാനല്ല, നശിപ്പിക്കാനായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ വീക്ക്നെസ് ആകരുത്. നമ്മൾ പാടുമ്പോൾ കുറേ പേര് സൂപ്പറാന്ന് പറയും, നമുക്ക് കുറേ പേര് നമ്മളെ ഫോളോ ചെയ്യും, നമ്മളോട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ടാവും. ഈ പാട്ടൊരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ടൂളാക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം, കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഈശോയേ, നിന്നെ കാണാൻ കൊതിയോടെ നിൽപ്പൂ. ഈശോയേ, നിന്നെ ആരാധിക്കാൻ കൊതിയോടെ നിൽപ്പൂ. എൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും പുകഴ്ചയും നൽകുന്നു ഞാൻ. ഈശോയെ ആരാധിക്കട്ടെ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ഹൃദയം തുറന്ന് നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കാം. വിശ്വാസത്തോടെ അവിടുത്തെ നാമം വിളിച്ചാരാധിക്കാം. ഹല്ലേലൂയ ഈശോയേ, ഈശോയേ, ഈശോയേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. ദൂതരേ വന്നിടും, ഞങ്ങളെ നോക്കിടൂ. നാഥനായി പാടുവാൻ പാട്ടെഴുതൂ. സ്വർഗമേ പാടിടും ഈണമേ. ഓ ദൂതരേ വന്നിടും, ഞങ്ങളെ നോക്കിടൂ. നാഥനായി പാടുവാൻ പാട്ടെഴുതൂ. സ്വർഗമേ പാടിടും ഈണമേകൂ. നാഥനായി പാടും ഞാനൻ, നാഥനായി പാടും. ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. ആരാധന, 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 ആരാധന. ആനന്ദത്തിൻ പൂർണ്ണതയെ ശാശ്വതമാ സന്തോഷമേ. ആനന്ദത്തിൻ പൂർണ്ണതയെ ശാശ്വതമാ സന്തോഷമേ.
ദൂതരേ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടെഴുതൂ. സ്വർഗമേ പാടിടും ഈണമേ. നഥാനിയേലിനോട് ഈശോ പറയുന്നുണ്ട്, I saw you under the fig tree. അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നിന്റെ അത്തിമരത്തിന്റെ ചുവടു ഞാൻ കണ്ടു. അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് നീ കരയുന്നത് ഞാൻ കണ്ടു. നിന്റെ നിരാശയുടെ ദുഃഖത്തിന്റെ അത്തിമര ചുവടു ഞാൻ കണ്ടു. നിന്റെ സ്വപ്നങ്ങൾ ചില്ലുകൊട്ടാരം പോലെ തകരുന്നത് കണ്ടു. നിന്റെ ആഗ്രഹങ്ങൾ ചാരമായി വീഴുന്നത് കണ്ടു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോട് ഈശോ പറയുന്നതാണ്, നിന്റെ അത്തിമര ചുവട് ഞാൻ കാണുന്നുണ്ട്. നീ വിങ്ങിപ്പൊട്ടുന്നതും ഭാരപ്പെടുന്നതും കരയുന്നതും ആഗ്രഹിക്കുന്നതും മല്ലടിക്കുന്നതും ഞാൻ കാണുന്നുണ്ട് കുഞ്ഞേ. ആരാധന 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 ആരാധന. എൻ്റെ ഈശോ എന്നെ കാണുന്നുണ്ടെന്നതുപോലും എന്തൊരു ഭാഗ്യമാണ്. എൻ്റെ ഈശോ എല്ലാം അറിയുന്നുണ്ടെന്നത് ഭാഗ്യമല്ലേ. ഈശോ പറയാ, ഞാൻ നിന്നെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്, എൻ്റെ കാതടയ്ക്കാതെ ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്. കണ്ണെടുക്കാതെ എന്നെ നോക്കുന്ന ദൈവം കൂടെയില്ലേ, കാതടയ്ക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം കൂടെയില്ലേ, മാറി നിൽക്കാതെ മാറിൽ ചേർക്കുന്ന ദൈവം കൂടെയില്ലേ, കൈവലിക്കാതെ കൈപിടിക്കുന്ന ദൈവം കൂടെയില്ലേ. കണ്ണെടുക്കാതെ അവൻ നമ്മളെ നോക്കുന്നുണ്ട്. അവനെല്ലാം കണ്ടിട്ടുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ വിളിച്ചോ. നിങ്ങൾ ഏത് ദേശത്തിരുന്നാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്താലും ഈശോയെ വിളിച്ചോ. ഹൃദയം തുറന്ന് വിളിക്കാം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി പരിശുദ്ധാത്മാഭിഷേകമായി സ്നേഹമായി ഒഴുകട്ടെ, കൃപയായി നിറയട്ടെ. ഈശോയെ ഒരുപാട് സ്നേഹിച്ചവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ? ചങ്ക് കൊടുത്ത് സ്നേഹിച്ച പലതും നമ്മെ മാറ്റി നിർത്തിയില്ലേ? ഒരു
ഒരുപാട് ആത്മാർത്ഥത കാണിച്ചിട്ട് അല്പം പോലും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ചങ്ക് പിടഞ്ഞില്ലേ? ഈശോ പറയാ, നീ അങ്ങനെ അറിയണം, നല്ലതാണ്. എനിക്ക് നിന്നെ ഓർത്തുള്ളത് ഇതേ സങ്കടമാണ് കുഞ്ഞേ. നീ എന്നെ ഓർത്തില്ലല്ലോ, എന്നോട് മിണ്ടിയില്ലല്ലോ, എന്നെ നോക്കിയില്ലല്ലോ. ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് കണ്ണെടുക്കാതെ നോക്കിയിട്ട് ഞാൻ ഓർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞോ. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മനമേ മനമേ ഉണരൂ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ. അവനെ മറന്നതും എൻ്റെ ഈശോയെ ഞാൻ മറന്നല്ലോ, അവനെ നോക്കാതിരുന്നല്ലോ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. പേരിടാനറിയില്ല സ്നേഹമേ, ആരോടും തോന്നായൻ പ്രണയമേ, സാരമില്ലെന്നോതും സ്നേഹിതനേ, എന്തു വന്നാലും നീ കൂടെയില്ലേ, നിന്നരികിൽ ഇരുന്ന നീ എൻ ലഹരിയാകും, നിന്നെ നീനച്ചിരുന്ന നീ എൻ നിധിയാകും, നിന്നരികിൽ ഇരുന്ന നീ എൻ ലഹരിയാകും, നിന്നെ നീനച്ചിരുന്ന നീ എൻ നിധിയാകും. രണ്ട് കരങ്ങൾ ഉയർത്തി അവൻ നിധിയാകട്ടെ, അവൻ ലഹരിയാകട്ടെ എന്ന് ആഗ്രഹിക്കണം. മറ്റും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കും. ഇതാണ് ആ രാജ്യവും നീതിയും. അവൻ ലഹരിയാകുക, അവൻ നിധിയാകുക. രണ്ട് കരങ്ങളും ഉയർത്തി മറ്റെല്ലാ പ്രാർത്ഥനകളും മറന്നുകൊണ്ട് ഈ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് കുതിച്ച് സ്തുതിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. അവൻ ലഹരിയാകട്ടെ, അവൻ നിധിയാകട്ടെ. ഈശോയെ ഈശോയെ ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ
വീട് കിട്ടിയില്ല, സുബോധം കിട്ടുന്നവരെ വീട് കിട്ടിയില്ല. ധൂർത്തപുത്രന് നല്ലൊരു വീടുണ്ടായിരുന്നിട്ടും സുബോധം കിട്ടുന്നവരെ വീട് കിട്ടിയില്ല. ധൂർത്തപുത്രന് നല്ലൊരപ്പനുണ്ടായിരുന്നിട്ടും സുബോധം കിട്ടുന്നവരെ അപ്പനുണ്ടായില്ല. പാപത്തിൻ്റെ ബന്ധനത്തിൽ പെട്ടുപോയി പാപത്തിൽ ജീവിക്കുന്ന മക്കൾ, എല്ലാ മക്കളിലേക്ക് ഒരു കൃപ കടന്നു വരട്ടെ. We are abundantly rich. നമ്മൾ ഭയങ്കര റിച്ചാണ്. ഈ സമ്പാദ്യം കാണാൻ പറ്റാത്ത വിധം നമ്മളെ പറ്റിക്കുന്നത് അവനാണ്. അത് തിന്മയാണ്, അത് തിന്മയുടെ ചതിയാണ്. ഇതുപോലൊരു ഹൃദയം, ഇതുപോലൊരു സ്നേഹം ഉണ്ടായിട്ടും അത് കാണാൻ പറ്റുന്നില്ലല്ലോ. പാപമാണ് അവന്റെ സൗന്ദര്യം കവർന്നെടുത്തത്. പാപമാണ് അവനിലുള്ള ആശ്വാസം കെടുത്തിക്കളഞ്ഞത്. നമ്മിലുള്ള പാപത്തിന്റെ അവസ്ഥയാണ് അവനോട് അടുക്കാൻ പറ്റാതെ പ്രത്യാശ നഷ്ടപ്പെടുത്തിയത് എന്നോർക്കണം. യേശുവേ, നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ, നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. യേശുവേ, നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. കണ്ണുകൾ തുറക്കണേ ഈശോയേ, കാതുകൾ തുറക്കണേ ഈശോയേ, ഹൃദയം തുറക്കണേ ഈശോയേ. കാണാൻ ഈ സ്നേഹം കാണാൻ, ഈ സൗന്ദര്യം കാണാൻ. പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എല്ലാവരും മോചിതരാകട്ടെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമൂഹത്തിൽ ഓരോ മകനിലും മകളിലും ചിറകടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ജോർദാനിൽ ചിറക് വിരിച്ച വെൺപ്രാവ് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, ചാരം മൂടിയ അനുഗ്രഹങ്ങളുടെ മേൽ, കൃപകളുടെ മേൽ ചിറകടിക്കട്ടെ. ചാരം മൂടിയ നന്മകളുടെ നല്ല ശീലങ്ങളുടെ മേൽ ചിറകടിക്കുമ്പോൾ കൃപകൾ ആളിക്കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകലിൽ എന്നിൽ കേൾപ്പും സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ, ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ, ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ.
രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ചിറകടിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. പാപത്തിൻ്റെ മേൽ, നിരാശയുടെ മേൽ, അവിശ്വാസത്തിൻ്റെ മേൽ, അശുദ്ധിയുടെ മേൽ, അസന്മാർഗീയതയുടെ മേൽ, പാപത്തിൻ്റെ ബന്ധനങ്ങളുടെ മേൽ കൃപ ഒഴുകട്ടെ. ഹൃദയം തുറന്ന വിശ്വാസത്തോടെ ഈശോയെ ആരാധിക്കാം. ഈശോയെ ആരാധിക്കട്ടെ, 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 ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നവർക്ക് അവിടെ തന്നെ മുട്ടുകുത്താം. എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. അമ്മ മാതാവേ, എൻ്റെ കാര്യം ഈശോയോടൊന്നുകൂടി ഒന്ന് പറയണേ. ഖനായിലെ വീട് പോലെ ചില അപമാനവും ഭാരവും ദുഃഖവും എൻ്റെ ഉള്ളിലുണ്ടേ. ഖനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും, ഖനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ തീനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയുടെ ഹൃദയത്തിൽ ഈശോ അമ്മ മാതാവിൻ്റെ മേലങ്കിക്കുള്ളിൽ നമ്മൾ സംരക്ഷിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവശക്തി നമ്മിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ.
പാവന റൂഹായേ പാരിൻ്റെ റൂഹായേ ആത്മാവിൻ മധുരമാ വിരുന്നുകാരാ പാവന റൂഹായേ പാരിൻ്റെ റൂഹായേ ആത്മാവിൻ മധുരമാ വിരുന്നുകാരാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.